Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് ഞങ്ങളുടെ നാട്. മൂന്ന് വശവും കുറുമാലിപ്പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ശാന്തസുന്ദരമായ ഒരു ഗ്രാമം. തങ്ങളുടെ വിശ്വാസങ്ങൾ നെഞ്ചിലേറ്റി സ്നേഹത്തോടെയും സഹോദരത്തോടെയും മാനവർ വസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. എന്നാൽ ഈ ഗ്രാമത്തിനുമുണ്ട് ചില കഥകൾ, ചില പഴങ്കഥകൾ. ചേട്ടാ ചേട്ടാ, ഈ വാസൂരും കഴിക്കുള്ള വഴി നേരെ പോവാ. അമ്പലത്തിനാണ് അടുത്തോട്ട് തിരിഞ്ഞ് പാടം കയറിയിട്ടുള്ള വഴി വാസൂരത്ത് എത്തും. എന്താ അല്ലേ, പണ്ടൊക്കെ വെട്ടമുള്ളപ്പോ തന്നെ വഴി പോവാൻ ഏതൊരു തന്നെ ചങ്കൊന്ന് പഠിക്കാറ്. ഇപ്പോഴൊക്കെ എന്ത് അല്ലേ എന്തോണിയെ. ആ പൈലൻ ചേട്ടാ, ഈ കഥകളൊക്കെ എന്താ അപ്പം പറഞ്ഞ പേടിച്ച കുറെ യാത്രകളുണ്ട്. ഈ യുവാക്കളൊക്കെ കൂടിയിട്ടിപ്പോ എന്താ ചർച്ച? ആ വഴി എന്തത്ര പേടിക്കാനപ്പാ, ഞങ്ങളൊക്കെ അവിടെ പോയി കളിക്കാറുണ്ടല്ലോ. അതിനെന്താ കാരണം? അന്നത്തെ ഡൊമിനിക്കച്ചിന്റെ കഴിവ്. പണ്ട് അപ്പാപ്പനോടൊപ്പോ എന്നോട് ആ വഴി കുറെ കറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ശരിക്കും സംഭവം? ഇതിന്റെയൊക്കെ ആരംഭം വളരെ പണ്ട. ലക്ഷ്മി, മൂയലക്ഷ്മി. മൂയലക്ഷ്മി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറ്റുപള്ളി ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു പാവം പെൺകുട്ടി. തൻ്റെ ഭർത്താവിൻ്റെ പരസ്ത്രീ സംസർഗം കാണുകയും അത് ചോദ്യം ചെയ്തതിന് അതിക്രൂരമായി വധിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അപമൃത്യുവിനിരയായ മൂയലക്ഷ്മി പ്രതികാരദാഹിയായ ഒരു ദുരാത്മാവായി തന്നെ ഇല്ലാതാക്കിയവരോട് ക്രൂരമായി പ്രതികാരം ചെയ്തിട്ട് കലിയടങ്ങാത്ത മൂയയുടെ പ്രതികാരത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ ഇരയായി.
ഇന്നെന്താ രണ്ടുപേരും നേരം വൈകിയല്ലോ? ഞങ്ങൾ ആ കോരനൊന്ന് കാണാൻ പോയതല്ലേ. അന്തോണി, ഇന്ന് നമ്മുടെ കോരയുടെ ഓർമ്മോസ് അല്ലായിരുന്നോ? പള്ളിയിലേട്ടൊന്ന് പോയേച്ചേ, അവനെ കണ്ടേച്ചും വരുവാ. പാപ്പിയേ ചാണ്ടിയേ, ഞങ്ങളാ പഴയ കഥയിലായിരുന്നു. ഓ, കൊച്ചുമോന് കഥ പറഞ്ഞു കൊടുക്കുകയായിരിക്കും. നടക്കട്ടെ നടക്കട്ടെ. പൈലൻ കഥ പറയുകയാണ്. പൈലനെയും പാപ്പിയെയും ചാണ്ടിയെയും ഒക്കെ പേടിപ്പെടുത്തിയ ആ പഴയ കഥകൾ. എടാ, ഒരു പഴം കണ്ടെടുത്തേ. ഇത് മതിയാ? വേറെ എടുക്ക്. വരുന്നുണ്ടല്ലോ ശാസ്ത്രം. എന്തായി പുതിയ കണ്ടുപിടുത്തം? അവറാൻ ചേട്ടാ, ചേട്ടൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാനൊരു സാധനം കണ്ടുപിടിക്കട്ടെ. മണ്ണെണ്ണയിൽ മർദ്ദം കൊടുത്ത് ചീറ്റിച്ചിട്ട് പുകയില്ലാത്ത അടുപ്പുണ്ടാക്കാം. നീ എന്നെ കൂടുതൽ മർദ്ദിക്കണ്ട. നീ അവിടെ നിന്ന് ചീറ്റിച്ചാൽ മതി. എനിക്ക് തീയും വേണം, പുകയും വേണം. വന്നല്ലോ പരിഷ്കാരി. ഇതെന്ത് ശബ്ദമല്ലേ? ഈ സാധനത്തിന്റെ ശബ്ദം കുറയ്ക്കാൻ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ? ഇന്നൊന്ന് തുറക്കോ? നീയേ അതേ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അങ്ങോട്ട് മാറുന്ന രണ്ടടി മാറുന്ന അങ്ങോട്ട് കണ്ട, ഞാൻ പറയാറില്ലേ പുരോഗതി ഒന്നും ഉണ്ടാവില്ല. ഒരു പാലും വെള്ളം. ഓ, പച്ചപ്പരിഷ്കാരി. അല്ലേ നാശു, കരോള് കഴിഞ്ഞ് വരുന്ന വഴിയാണോ? വേഷം കണ്ടിട്ട് ചോദിച്ചതാ. ഫാഷനും വസ്ത്രത്തെ കുറിച്ച് അറിയാത്ത വിവരദോഷികളുടെ അടുത്തേക്കാണല്ലോ മാതാവേ ഞാൻ വന്നേക്കണത്. നിങ്ങൾക്ക് ഇത് ആര് തന്നാന്നറിയോ? ആര് തന്നതാ? ഞാനങ്ങ് മദ്രാസിലായിരുന്നപ്പോ പ്രശസ്ത ചലച്ചിത്ര നടൻ പ്രേം നസീർ. പാലും വെള്ളം കൊടുത്തേ. ഇതൊന്നും കേക്കാൻ വയ്യ. എന്നാ പാലും വെള്ളം. ഡോ, ഞാൻ പാലും വെള്ളാടോ ചോദിച്ചേ? ആ കണ്ണാടൂരി നോക്കട ശവി. എവിടേക്കേട്ടി? എവിടേക്കാ ഓടണേ? ഇട്ടിക്കുരി പറക്കാനാണോ? എന്റെ ഔറാൻ ചേട്ടാ, ഇന്നലെ നടന്ന കാര്യം. എന്താ പ്രശ്നം? ഡാ, നീ പോയി കണ്ടുപിടിച്ചിട്ട് വാടാ. തമാശയല്ല, തലനാരഴിക്കാൻ ഞങ്ങൾ രക്ഷപ്പെട്ട്. നേരം വൈകി, നീ ഒന്ന് വേഗം നടക്കിട്ടി. കോരെ, വേഗം നടക്കണം എന്നൊക്കെ ഉണ്ട്. പേടി കാരണം കാലൊക്കെ വിറക്കിയ. കോരെ, പേടി മാറാൻ വാർപ്പൻ്റെ അവിടെ നിന്ന് 2 അടിച്ചാലോ? വാർപ്പൻ്റെ അടുത്ത് നിന്ന്. ആ വഴിക്ക് ഞാനൊന്നുമില്ല, അത് ഈ സമയത്ത്. എന്നാ നീ എവിടെ നിൽക്ക്, ഞാൻ പോയി ഒരെണ്ണം മേടിച്ചിട്ട് വരാം. ഈ സമയത്ത് ഞാൻ അവിടെ ഒറ്റയ്ക്കില്ലേ? കിട്ടിയേ, ഞാനും ഉണ്ട്, നിക്ക്. ഇവന്റെ ഒരു പേടി. ഈ സമയത്ത് അവിടേക്ക് പോകണ്ടടാ. ഈ സമയം അത്ര ശരിയല്ല. വാർപ്പൻ്റെ 2 സാധനം വാങ്ങി അടിച്ച പ്രേതൊന്നും നമുക്കൊരു വിഷയമല്ല. വാർപ്പ വാർപ്പോ, എന്താ പറ്റി? ഒരു 2 കിട്ടാനായിട്ട്. കിട്ടി. എനിക്കിപ്പോ നല്ല ധൈര്യം തോന്നുന്നുണ്ട്. ഒരെണ്ണം കൂടി വീശാലോ? ഞാൻ പറഞ്ഞതല്ലേ വാർപ്പ, ഒരെണ്ണം കൂടി എടുത്തോ.
പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? കഴിഞ്ഞാണ് നീ തരാണ്ട് പോയതാ. അതൊക്കെ തരാടാ. തന്നില്ലെങ്കിൽ നീ എന്താ പേടിപ്പിക്ക? നീ ഇവനെ വിളിച്ചോണ്ട് പോ. കോരെ നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. ഇത്ര നേരം മുട്ട് കിടന്ന് വിറക്കായിരുന്നല്ലോ. അതപ്പോ ഇനി ഇവന്റെ പറയ്ക്കും. 2 അകത്തി തന്നാ പിന്നെ ഞാൻ ആരാ? നീ ഇവനെ വിളിച്ചോണ്ട് പോ. നീ ഇപ്പോ നീ എന്തിനാ അവനോട് കയർക്കാൻ പോയേ? അവൻ ആരാന്നറിയോ? കേടിയാ, കേടി. പേടിയല്ല, നാഷണൽ മൂയലക്ഷ്മി വരെ വന്നാലും കോര പാറ അവിടെ നിൽക്കും. നീ ഇവിടെ പാറ പോലെ നിന്നു, ഞാൻ ഓടാ. എടാ ഇട്ടി എന്നെ കൊണ്ട് പോടാ. അത് പൊളു. അങ്ങ് മദ്രാസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലും വലിയ കഥകള് ട്ടാ. നീ കണ്ട ചലച്ചിത്രത്തിലെ പ്രേതമല്ലത്. ഇത് മൂയലക്ഷ്മി. നിങ്ങൾ ഗ്രാമവാസികൾ ഇതൊക്കെ കണ്ട് പേടിച്ചാ മതി. പട്ടണം കണ്ട നമ്മുടെ അടുത്ത് നിന്ന് ഇതൊന്നും പോവില്ല. എന്നാ പറയാൻ ചേട്ടാ? എന്താ പറയുന്നത്? ഈനാശു വരാൻ മോൻ. ഈനാശുവായിട്ടാ അത്ര ധൈര്യമൊന്നുമില്ലേ? അത് നീ പറയരുത്. ഈനാശേട്ടൻ വേണമെങ്കിൽ ഇന്ന് രാത്രി അവിടെ വരെ പോകും. ഞാൻ ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. ഒരു കാര്യം ചെയ്യാം, കണ്ടുപിടുത്തം കൂടി എന്റെ കൂടെ പോരട്ടെ. അത് നന്നായിരിക്കും. എന്റെ ഈനാശുവേട്ടാ, ഇത് നിങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. കണ്ടവരത് 2 പറഞ്ഞു, കേട്ടവരത് 4 പുറത്തു പറഞ്ഞു. പാപ്പിയും ചാണ്ടിയും കൂടി എരിവും പുളിയും ചേർത്ത് അത് 16 പറഞ്ഞു. എന്താ ഈ നാടിലേക്ക് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ തുടങ്ങി. എടാ കുഞ്ഞാ, നീ ഈ സമയത്ത് എവിടെ പോണു? ഞാൻ ഈ വാസുവരെ വരെ പോവാൻ. ഈ സമയത്ത് അതിനെന്താ പ്രശ്നം? എടാ ഇപ്പൊ മൂവി ഇറങ്ങുന്ന സമയമാണ്. ഇപ്പൊ മൂവി ഇറങ്ങുന്ന ഇപ്പൊ പോണ്ടാലേ? അതായിരിക്കും നല്ലത്. അച്ഛോ. എന്ത് പറ്റി ഈനാശു? അച്ഛ ഒന്നും പറയണ്ട, ഇന്നലെ ഒരു പന്തയം വെച്ചതാ. പന്തയം വെച്ചിട്ട്? കന്നാലി നശിപ്പിച്ചു. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അച്ചു. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ നിന്റെ കൂടെ വന്ന ആ വിരുദ്ധൻ എവിടെ? ആര്? കണ്ടുപിടുത്തോ? അതെന്റെ അച്ഛോ, അവന്റെ വണ്ടി കഴുകണം. അതെന്തേനാശു നിന്റെ വണ്ടി അവൻ കഴുകണേ? അത് പിന്നെ അച്ഛോ, അവന്റെ മൂത്രം ഞാൻ എങ്ങനെയാ അച്ഛാ? നാട്ടുകാരുടെ പ്രശ്നപരിഹാരത്തിനായി വികാരിയച്ഛൻ കണ്ടെത്തിയ മാർഗം. ഫാദർ ഡൊമിനിക് മന്ത്രതാന്ത്രിക വിദ്യകളിൽ അതിവിദഗ്ധൻ. പൈശാചിക ബാധകളിൽ നിന്നും ദുരാത്മാക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും നിരവധി ആളുകളെ രക്ഷിച്ചു പ്രശസ്തി ആർജിച്ചത്. വികാരിയച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഈനാശു ഫാദർ ഡൊമിനിക്കുമായി ആറ്റുപള്ളിയിലേക്ക് യാത്ര തിരിച്ചു. അച്ഛനീ പോയിക്കോളൂല്ലേ? എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നേ. അപ്പോ ഇതാണല്ലേ ആ സ്ഥലം? എന്നാ ഈനാശു പൊക്കോളൂ. ശരി അച്ഛോ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. സമാധാനത്തോടെ ജീവിച്ചോളൂ.
എന്താടാ ഇവിടെ? അയ്യോ, ഞാൻ മാത്രല്ല, അവരുണ്ട്. ചാണ്ടിയെ ദേ വാറപ്പൻ. വാറപ്പാ, എവിടെയായിരുന്നടാ നീ എത്ര നേരം? നിന്നെ അവിടെ ആളെ നോക്കാൻ വിട്ടിട്ട് നീ എവിടെ പോയിരിക്കുന്നടാ മണ്ട? ചതിച്ചടാ, ചതിച്ച്. ലോഹയുടെ നിറം ചതിച്ച്. നിറമോ? എന്ത് നിറം? നേരോ ചാണ്ടിയെ പാപ്പിയെ, എന്താടാ അതൊക്കെ? ക്ഷമിക്കണം. നിനക്കും പൈസ തരാണ്ട് മുങ്ങിലേ കൊടുക്കണടാ, പണി കൊടുക്കണം. പരിഷ്കാരം വരണ്ടോ? പറ്റിയ സമയ ചെല്ലി ചെല്ലി. ഇമ്മാതിരി കന്നന്തിരിവ് കാണിച്ച് നിന്നോടൊക്കെ എങ്ങനെ ക്ഷമിക്കാനാടാ? അറിയാച്ചോ, ഇതെങ്ങാനും നാട്ടുകാർ പറഞ്ഞ ഞങ്ങളെ തല്ലിക്കൊല്ലും. നിവർത്തിയില്ലാണ്ട് ചെയ്തു പോയതാ. ഇങ്ങനെ ചെയ്ത് നാട്ടുകാരെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വാക്കി നടത്താൻ ഞങ്ങൾക്ക് തുട്ടും കിട്ടും. അതുകൊണ്ട് ചെയ്തു പോയതാണ് അച്ചോ. എങ്ങനെയും ഞങ്ങളെ രക്ഷിക്കണം അച്ചോ. ശരി, നീയൊക്കെ നാട്ടുകാരെ പറ്റിക്കാതിരുന്നാലും ഇതൊക്കെ വറ്റിക്കാതിരുന്നാലും നിന്നെയൊക്കെ രക്ഷിക്കാനൊരു വഴി ഞാൻ ആലോചിക്കാം. ഇല്ല അച്ചോ, ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വാറ്റൂല കുടിക്കൂല. പാപ്പിക്കും ചാണ്ടിക്കും കൊടുത്ത വാക്ക് ഡൊമിനിക്കച്ചൻ പാലിച്ചു. അവിടെ കണ്ടതൊന്നും അച്ഛൻ പുറത്തു പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മൂയലക്ഷ്മിയുടെ കഥ നാട്ടുകാർ അങ്ങനെ തന്നെ വിശ്വസിച്ചു. മറ്റേ സാധനം വേണോട്ടാ, ഇതിന്റെ നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? എന്താണോ ഇവിടെ? അയ്യോ അച്ഛാ, ഞാൻ മാത്രല്ല, അവരുണ്ട്. അല്ല, നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? നീ ചോദിച്ചോ. നീ എന്താ ഇവിടെ? മക്കളെ വരിക, പേടിക്ക്. ആക്ഷൻ. എന്റെ ഓറാൻ ചേട്ടാ, ഇന്നലെ നടന്ന കാര്യം നിങ്ങൾക്കിത് ആര് തന്നതാണെന്ന് അറിയോ? ഞാനങ്ങ് മദ്രാസ് ഒന്നുകൂടി എടുത്തെടുത്തോ, കണ്ടിന്യൂ ചെയ്തോ. ഞാൻ മദ്രാസിലായിരിക്കും ഒരു കണ്ടുപിടിക്കണ്ട, തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞാലേ തീർന്നു.